ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. സോ ഈ കഴിഞ്ഞ അക്കാദമിക് ഇയർ 2025-26 CBSE റിസൾട്ട് ഏപ്രിൽ 15-ാം തീയതി പ്രഖ്യാപിച്ചപ്പോൾ സൈലത്തിന് റവല്യൂഷണറി റിസൾട്ട് തന്നെയാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. മികച്ച വിജയം തന്നെയാണ് നമ്മുടെ മക്കൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. അതിലിപ്പോൾ നമ്മൾ നോക്കിയ റിസൾട്ടുകളിൽ നിന്ന് 500-ൽ 499 മാർക്ക് നേടിയ 2 വിദ്യാർത്ഥികൾ സൈലത്തിൻ്റെ സ്വന്തമാണ്. സോ അതുപോലെ തന്നെ അജ്സൽ മികച്ച വിജയം നേടി മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച മാർക്കുകൾ നേടി ഒരുപാട് കുട്ടികളുണ്ട്. സാറിൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയും മറ്റു ടീച്ചേഴ്സുമായിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മികച്ച വിജയം നേടിയതിൽ അവരെല്ലാവരും വളരെ സന്തുഷ്ടരാണ്. അതുപോലെ തന്നെ അവരുടെ പാരൻസും വളരെ ഹാപ്പിയാണ്. ഇനിയും റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവരെന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഗംഭീരമായ റിസൾട്ടുകൾ കാഴ്ചവെക്കാൻ സാധിച്ച നമ്മുടെ അസ്ത്ര ബാച്ചിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് സാറ് പറഞ്ഞുതരാം. സോ ആ കുട്ടികളെ വളരെയധികം സഹായിച്ചിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എക്സാം കൊടുത്തു എന്നുള്ളതാണ്. അതും ബോർഡ് എക്സാം മോഡലിൽ എങ്ങനെയൊക്കെയാണ് അവർക്ക് ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ആ രീതിയിൽ തന്നെയാണ് ഓരോ ഫാക്കൽറ്റീസും ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി മോഡൽ എക്സാം നമ്മൾ പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും സ്ട്രിക്റ്റ് ടു ബോർഡ് എക്സാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള ക്ലാസ്സുകൾ ഓരോ ചാപ്റ്റേഴ്സ് ഓരോ പാർട്ടുകളാക്കിയൊക്കെ നമ്മൾ കൊടുത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അനായാസം കാര്യങ്ങൾ പഠിച്ചെടുക്കാനും, അതുപോലെ തന്നെ നമ്മുടെ CBSE പാറ്റേൺ നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കഴിഞ്ഞ വർഷം അതായത് 2025-26 ഉണ്ടായത്. എസ്പെഷ്യലി കുട്ടികൾ അല്പം ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സയൻസിൽ ഇത് ഡിവിഷൻ ഉണ്ടായിരുന്നു. സയൻസിലെ 3 സബ്ജക്ട്സും സെപ്പറേറ്റ് സെക്ഷൻസിലാക്കിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെയാണ് സോഷ്യൽ സയൻസും. അപ്പോൾ കഴിഞ്ഞ വർഷം ആ ഒരു മാറ്റം കുട്ടികളിൽ മാനസികമായിട്ട് ആദ്യം തന്നെ അത്തരത്തിലുള്ളൊരു മാറ്റം അഭിമുഖീകരിക്കുന്നത് കൊണ്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷനെല്ലാം ലഘൂകരിക്കുന്നതിന് വേണ്ടി സൈലം തീർച്ചയായിട്ടും മികച്ച രീതിയിൽ കുട്ടികളുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് കുട്ടികൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് അനായാസം തന്നെ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. സോ ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായി വരാനുള്ള, അതായത് ഇപ്പോൾ 9 CBSEയിൽ നിന്ന് 10 CBSEയിലേക്ക് വരാനിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. നിങ്ങൾ സീനിയേഴ്സോട് ചോദിച്ചാൽ മതിയാവും എത്രത്തോളം അവരെ അസ്ത്ര ബാച്ച് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ അവരോട് ചോദിച്ചാൽ തന്നെ സൈൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യം അവർ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 CBSE പഠിക്കുന്ന കുട്ടികളോട് ആദ്യം തന്നെ എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ജോയിൻ ചെയ്യുക. തുടക്കം മുതലേ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ ട്രാക്കിലേക്ക് നിങ്ങൾ വരികയും അനായാസം തന്നെ അവസാനത്തേക്ക് നമുക്ക് റിവിഷനും എല്ലാം കൂടി അതിഗംഭീരമായി പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം സൈലത്തിൻ്റെ ബാച്ചിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് മക്കൾ ഇതിനോടകം തന്നെ അസ്ത്ര ബാച്ചിൽ എൻറോൾഡ് ആണ്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാച്ചിൽ എൻറോൾഡ് ആവാം. അതിഗംഭീരമായി തന്നെ പഠിക്കാം, മികച്ച റിസൾട്ട് നേടാം സൈലത്തിനൊപ്പം. ബൈ.